കോഴ്സിൻ്റെ രണ്ടാമത്തെ മോഡ്യൂളിലേക്ക് സ്വാഗതം. വൈറ്റൽ സയൻസിനെയും രോഗികളെ മോണിറ്റർ ചെയ്യുന്നതിനെ കുറിച്ചാണെന്ന് പറയാനുള്ളത്. ഒരു രോഗി പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും, എല്ലാം ഓക്കെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ, ആ ശരീരത്തിനുള്ളിൽ വല്ലാത്തൊരു ക്രാഷിങ് സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ ഒരു അറ്റാക്കൊക്കെ ഉള്ള രോഗിയോ സ്ട്രോക്കുള്ള രോഗിയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ കണ്ട് ചിലപ്പോൾ വയറൊക്കെ പൊട്ടിയിട്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ പുറത്തുനിന്ന് കണ്ടാൽ ചിലപ്പോൾ വളരെ നോർമലായിരിക്കും. പക്ഷേ അവരുള്ളിൽ വലിയൊരു അപകടാവസ്ഥ, മരണം വരെ വിതക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. വൈറ്റൽ സയൻസ് എന്താണ്? അത് ഒരു ശരീരത്തിൻ്റെ സിസ്റ്റം കാണിക്കുന്ന ആദ്യത്തെ വാർണിംഗ് അടയാളങ്ങളാണ്, അപകടകരമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. അവയെ നമ്മൾ ശരിയായ രീതിയിൽ വായിച്ചെടുത്താൽ നമുക്കൊരു ജീവിതം രക്ഷപ്പെടുത്താൻ പറ്റും. ഒരു കാരണവശാലും നമ്മുടെ വൈറ്റൽസ് കളവ് പറയൂല. പലപ്പോഴും പല നേഴ്സുകളും ഇതിനെ അവഗണിച്ച് എന്ന് വരാം. എന്താണ് വൈറ്റൽ സയൻസ്? നമ്മുടെ ശരീരത്തിൻ്റെ അടിസ്ഥാന പ്രവർത്തനങ്ങളെ കാണിക്കുന്ന അളവുകോലുകളാണ് ഈ വൈറ്റൽ സയൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പ്രധാന വൈറ്റൽ സയൻസ്? ഒന്നാമത്തേത് ബോഡി ടെമ്പറേച്ചർ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ താപനില, പൾസ്, നമ്മുടെ ശ്വാസം, നമ്മുടെ രക്തസമ്മർദ്ദം, ഓക്സിജൻ സാച്ചുറേഷൻ, ഓക്സിജൻ്റെ അളവ്. വൈറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കാറിൻ്റെ ഡാഷ്ബോർഡ് പോലെയാണ്. ഒരു വാർണിംഗ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അവഗണിക്കാൻ പാടില്ല. ബോഡി ടെമ്പറേച്ചർ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ താപനില, ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ശരീരത്തിനുള്ളിൽ ഒരു അണുബാധയോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, നീർവീക്കമോ ഉണ്ട് എന്ന് കാണിച്ചു തരികയാണ്. സാധാരണയായി കാണുന്ന ഒരു നോർമൽ റേഞ്ച് എങ്ങനെയാണ്? 36.5 36.5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് തൊട്ട് 37.5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് 37.5 ഡിഗ്രി സെൻറ്റിഗ്രേഡിൻ്റെ ഇടയിലാണ് നോർമലായിട്ട് കാണുക. അപ്പോൾ പനി അധികമായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ്. എന്നാൽ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാലോ അതൊന്നുകിൽ ഷോക്ക് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ അണുബാധ രക്തത്തിലേക്കൊക്കെ പടർന്ന് പന്തലിച്ചിട്ട് സെപ്സിസ് സംഭവിച്ചുകൊണ്ടായിരിക്കാം. രണ്ടായാലും വലിയൊരു വാർണിംഗ് സൈനാണ് നമുക്ക് നൽകുന്നത്. പനി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരം ഒരു വാർണിംഗ് ബെല്ലടിക്കുകയാണ്. എന്തോ ഒരു വേണ്ടാത്തത്, എന്തോ അപകടകരമായതൊന്നും എൻ്റെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിനെക്കുറിച്ച് അന്വേഷിക്കൂ എന്നുള്ളൊരു വാർണിംഗ് ആണ് തരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അടുത്തൊരു വൈറ്റൽ സൈൻ എന്താണ്? അത് പൾസാണ്. എന്താണ് പൾസ്? നമ്മുടെ ഹൃദയത്തിൻ്റെ വേഗവും റിതവുമാണത്. സാധാരണയായിട്ട് എത്രയാണ് കാണുക? 60ൻ്റെയും 100ൻ്റെയും ഇടയിലാണ് കാണുക. എന്തൊക്കെ കാര്യങ്ങളാണ് പൾസ് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതിൻ്റെ റേറ്റ് എങ്ങനെയാണ്, എത്ര എണ്ണം ഉണ്ട്, ഒരു മിനിറ്റിൽ എത്രയുണ്ട്, അതിൻ്റെ റിതം എങ്ങനെയാണ്, അതിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയാണ്. പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രം ബീറ്റിങ്ങിനെ പോലെയാണ്. റെഗുലർ ബീറ്റ്, ഹെൽത്തി റിതം, ആരോഗ്യപരമായിട്ടുള്ള റിതം. മറ്റൊരു വൈറ്റൽ സൈൻ എന്താണ്? നമ്മുടെ ശ്വാസമാണ്. നമ്മുടെ ശരീരത്തിന് എത്രമാത്രം ഓക്സിജൻ ലഭിക്കുന്നു എന്ന് കാണിക്കുന്നത് ഈ ശ്വാസമാണ്. 12നും 20നും ഇടയിലുള്ള ശ്വാസത്തിൻ്റെ എണ്ണം വളരെ നോർമലാണ് മിനിറ്റിൽ. ഒരു നേഴ്സ് ശ്വാസം നോക്കുമ്പോൾ എന്താ വാച്ച് ചെയ്യേണ്ടത്? ഇത് ഫാസ്റ്റായിട്ട് ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ ബ്രീത്ത് ചെയ്യാൻ എന്തെങ്കിലും സഹായത്തോടെയൊക്കെ, ചിലപ്പോൾ ആസ്മ രോഗികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കാണ് ഇങ്ങനെ പിടിച്ചിട്ടൊക്കെയാണ് അവർക്ക് ശ്വാസം വിടാൻ പറ്റുക. അങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യമാണോ എന്നുള്ളത് നോക്കണം. ഒരു രോഗി ഒരു മാരത്തോൺ ഓടുന്ന സ്പീഡിൽ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്നാണ് കാണിച്ചു തരുന്നത്. മറ്റൊരു വാർണിംഗ് സൈൻ എന്താണ്? മറ്റൊരു വൈറ്റൽ സൈൻ എന്താണ്? അത് ബ്ലഡ് പ്രഷറാണ്. എന്താണ് ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം? അതിലൂടെ ഒഴുകുന്ന രക്തം അതിൻ്റെ ധമനികളിൽ ചെലുത്തുന്ന സമ്മർദ്ദത്തെയാണ് ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് 120/80 മില്ലിമീറ്റർ മെർക്കുറിയാണ് ബ്ലഡ് പ്രഷർ കാണാറുള്ളത്. ബ്ലഡ് പ്രഷർ നോക്കുമ്പം പാലിക്കേണ്ട ഒരു 5 നിയമങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, രോഗിയെ വളരെ സുഖകരമായിട്ട് ഇരുത്തുക, വളരെ കംഫോർട്ടബിളായിരിക്കണം. കഫ് ഹൃദയത്തിൻ്റെ അതേ നിലയിലാണ് വെക്കേണ്ടത്. സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുക, എന്നിട്ട് അതിലേക്ക് വായു ഇങ്ങനെ അടിച്ച് കയറ്റുക,
വായു നിറയ്ക്കുക, എന്നിട്ട് പതുക്കെ അതിങ്ങനെ ഡിഫ്ലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പതുക്കെ വിടുക. ഈ സമയത്ത് കാണിക്കുന്ന കുറച്ച് എറേഴ്സ് എന്താണ്? ഈ കഫ് ഉണ്ടല്ലോ, ഈ പ്രഷർ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അതിൻ്റെ സൈസ് ചിലപ്പോൾ വലിയ തടിയുള്ള ആൾക്ക് നമ്മൾ ചെറുത് ഉപയോഗിച്ചിട്ട് കാര്യമല്ല. അവർക്ക് ആ ശരീരത്തിനനുസരിച്ചുള്ളത് വേണം. കുട്ടികൾക്ക് വലിയത് ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ റോങ് മിസ്റ്റേക്ക് ആയിരിക്കും വരിക. പിന്നെ ബ്ലഡ് പ്രഷർ നോക്കുന്ന സമയത്ത് ഒരു കാരണവശാലും സംസാരിക്കാൻ പാടില്ല. ഒരു രോഗി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ BP റീഡിങ് മിസ്റ്റേക്ക് ആയിരിക്കും. ഓക്സിജൻ സാച്ചുറേഷൻ എന്താണ്? പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്ന ചെറിയ ഒരിതാണ് നമ്മളുടെ രക്തത്തിലെ ഓക്സിജൻ അളക്കുന്നത്. സാധാരണയായിട്ട് ഇത് എത്രയാണ് കാണേണ്ടത്? 95-ൻ്റെയും 100-ൻ്റെ ഇടയിലാണ് കാണുന്നത്. ഇത് 90-ൽ താഴെയാണെങ്കിൽ വളരെ അപകടകരമായ ഒരു സിറ്റുവേഷനാണ്. ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ ഓരോ കോശത്തിൻ്റെയും ഇന്ധനമാണ്. ഇന്ധനം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡി ഷട്ട് ഡൗൺ ആവും. ECG. വാട്ട് ഈസ് ECG? ECG റെക്കോർഡ്സ് ദ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട്. We use 12 lead ECG for diagnosis. We have to follow proper lead placement, monitor rhythm. ECG is like WhatsApp chat of the heart. ഈ കുറച്ച് അപകടകരമായിട്ടുള്ള റെഡ് ഫ്ലാഗുകൾ, മുന്നറിയിപ്പുകളെ കുറിച്ച് പറയാം. അസാധാരണമായിട്ടുള്ള ഏത് വൈറ്റൽ സൈൻസ് കണ്ടാലും ഉടൻ നടപടി സ്വീകരിക്കേണ്ടതാണ്. അപകടകരമായിട്ടുള്ള സൂചനകൾ എന്തൊക്കെയാണ്? ഒന്ന്, BP വളരെ കൂടുതലാവുക, അല്ലെങ്കിൽ BP പറ്റ കുറഞ്ഞു പോവുക. SpO2 പറ്റ കുറഞ്ഞു പോവുക, അസാധാരണ രീതിയിലുള്ള പൾസുകൾ കാണാം. ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ അറിയിക്കേണ്ടതുണ്ട്. ചെറിയൊരു രോഗിയുടെ SpO2 82. നേഴ്സ് അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചൊന്നുമില്ല. രോഗി തകർന്നു, കൊളാപ്സായി. എന്താ പാഠം? വൈറ്റൽസ് അവഗണിച്ചാൽ അത് അപകടകരമാണ്. ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ശരീരത്തിൻ്റെ താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ കുറിച്ച് പഠിച്ചു, പൾസിനെ കുറിച്ച് പഠിച്ചു, നമ്മുടെ റെസ്പിറേഷനെ കുറിച്ച് പഠിച്ചു, ബ്ലഡ് പ്രഷർ പഠിച്ചു, SpO2 പഠിച്ചു, ECG എന്താണെന്നെ കുറിച്ച് പഠിച്ചു. നമ്മുടെ വൈറ്റൽസ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ സിഗ്നലുകളാണ്. ഒരു ശരിയായ നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും വൈറ്റൽസ് ചെക്ക് ചെയ്യുന്ന ഒരാളല്ല. അതിനെക്കുറിച്ച് ശരിക്കും ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിനനുസരിച്ച് എമർജൻസി ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരാളാണ്. ഒരു നല്ല നേഴ്സ് വൈറ്റൽസ് പരിശോധിക്കുക മാത്രമല്ല ചെയ്യുക, അവയെ മനസ്സിലാക്കി അടിയന്തിരമായി പ്രവർത്തിക്കുക കൂടി ചെയ്യും എന്നുള്ളതാണ്.